പുതിയതായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവരരുത്. അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ അനുസരിക്കണം. വലാ തുഖാലിഫു, നിങ്ങൾ എതിരാകരുത്. ആ കാര്യം അല്ലാഹ് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിയൂല, ഈ കാര്യം നബി തങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ കഴിയൂല എന്നൊരൊറ്റ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത്. വസ്ബിറൂ, ക്ഷമിച്ച് ജീവിക്കണം. വലാ തജ്സഉ, വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. നല്ല ക്ഷമയോടെ ജീവിക്കണം. വസ്ബുതു, ഉറച്ചു നിൽക്കണം. ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. വലാ തതമസ്സഖു, ഭിന്നിക്കരുത്. നിങ്ങൾക്ക് മാത്രം വേറൊരു അഭിപ്രായം, നിങ്ങൾക്ക് മാത്രം വേറൊരു കാഴ്ചപ്പാട്, അത് വേണ്ട. ഉലമാ പകർത്തിത്തരുന്ന ദീനില്ലേ, ആ ദീനനുസരിച്ച് മുന്നോട്ടങ്ങ് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വസിയ്യത്താണ്, വന്തദിറൂ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാത്തിരിക്കണം. വലാ തയസു, നിങ്ങൾക്ക് നിരാശ വേണ്ട. പടച്ചോനെ, ഞാൻ 10 കൊല്ലായി ചോദിക്കുന്നത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. 10 കൊല്ലായി ചോദിക്കുന്നത് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. അവിടെ അംബിയാഇന്റെ മനസ്സ് കാണണം. ഒരുപാട് കൊല്ലങ്ങളോളം മക്കളെ ചോദിച്ച മഹാനല്ലേ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഉമ്മമാരെ, ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ സന്താനം ഉണ്ടാകുന്നത് ആദ്യം കല്യാണം കഴിച്ച സാറാ ബീവിയിലല്ല. സാറാ ബീവിയിലല്ല ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത്. സാറാ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിക്ക് ഹദിയയായി കൊടുത്തൊരു അടിമ സ്ത്രീയുണ്ട്. ആ അടിമ സ്ത്രീയുടെ പേരാണ് ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ. ആ ഹാജർ ബീവിയിലാണ് ആദ്യത്തെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാകുന്നത്. പക്ഷേ സാറ ബീവിക്ക് നിരാശയില്ല. ഹാജർ ബീവിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതിൽ കുശുമ്പില്ല, കുറുമ്പില്ല. എനിക്ക് ആദ്യം കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള നിരാശയില്ല. നല്ല ക്ഷമയോടെ ദീനിന് ഖിദ്മത്തെടുത്ത് സന്തോഷത്തോടെ പ്രവർത്തിച്ചപ്പോ ആ കുട്ടിയുണ്ടായി. 10-13 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഫബശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ആദ്യം ഇസ്ഹാഖ് നബിയെ കൊണ്ടും പിന്നെ ഇസ്ഹാഖ് നബിയിൽ നിന്ന് യാക്കൂബ് നബി എന്നൊരു കുട്ടി, പേരക്കുട്ടിയും കൂടി ജനിച്ചിട്ട് ഈ ബാപ്പക്കും ഉമ്മക്കും അത് കാണാനുള്ള തൗഫീഖും കൂടിയുണ്ട് എന്ന സന്തോഷവും അല്ലാഹു നൽകി. അപ്പൊ അത്ഭുതത്തോടെ ആ സാറ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, സന്തോഷം പറയാൻ വേണ്ടി വന്ന മലക്കുകളോട്, യാ വൈലതാ അലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ നജീബ്. എനിക്ക് തന്നെ പ്രായം അങ്ങെത്തി, എന്റെ ഭർത്താവ് ഇതാ 100 കഴിഞ്ഞു, അല്ലെങ്കിൽ 100നോട് അടുത്തെത്തി. എനിക്കാണെങ്കിലോ ഏകദേശം 80 കഴിഞ്ഞു 90ലേക്കും എത്തി. ഈ പ്രായത്തിൽ ഞാൻ പ്രസവിക്കുകയോ, എന്റെ ഭർത്താവ് ഇത്രയും വലിയ പ്രായത്തില് അതിനല്ലാഹു ആവത് നൽകുകയോ, ഇത് വല്ലാതെ വിസ്മയപ്പെടുത്തുന്നൊരു കാര്യമാണ്. മലക്കുകൾ പറഞ്ഞു, തഅജബീന മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനത്തെ പറ്റി നിങ്ങൾ അതിശയിക്കുകയാണോ? അങ്ങനെ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. എത്ര സുബറോടെയാണ് കഴിഞ്ഞത്. ഒരു ക്ഷമക്കേടുണ്ടായില്ല. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും കുട്ടിയെയും കാണാൻ വേണ്ടി സാറ ബീവി റളിയല്ലാഹു അൻഹയോട് ഇബ്രാഹിം നബി അലൈഹിസ് സലാം ചോദിച്ചു, ഞാൻ ഓരോന്ന് കാണാൻ പോട്ടെ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, പോയിക്കോളി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയി കണ്ട് സന്തോഷപ്പെട്ട് ഓരോട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് റാഹത്തോടെ തിരിച്ചു വരി. എന്തെങ്കിലും ഒരു കുശുമ്പ് കുറുമുണ്ട് പിന്നാക്ക എന്നല്ലേ പറയാ, അങ്ങനല്ലല്ലോ പറഞ്ഞ്. നിങ്ങൾ പോയി കണ്ടു, അവരെ കണ്ട് സന്തോഷിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് അവരെ സബറിന്റെ മനസ്സ്? അതുകൊണ്ട് നിരാശപ്പെടരുത്. കുറെ ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടാകരുത്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. ഒരു നിരാശയുണ്ടായില്ലല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. മകനെ കാണാഞ്ഞിട്ട് 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. എത്ര ചെറിയ പ്രായത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കിണറ്റിലിട്ടത്. ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വയസ്സ് 10 16 വയസ്സായിട്ടുള്ളൂ, ചെറിയ വയസ്സ്. ആ വയസ്സിലല്ലേ മൂത്തക്കാക്കന്മാര് കൊണ്ടുപോയത്. കുറെ പ്രായം കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സെന്താണ്? മക്കളെ, ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിൻ റൂഹില്ലാഹ്.
നിങ്ങൾ യൂസുഫ് നബിയെയും സഹോദരനെയും പോയി അന്വേഷിക്കണം, നിരാശപ്പെടരുത്. നിരാശ വേണ്ട, അല്ലാഹു തരും. അങ്ങനെ കാണുന്നത് 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അവരെ മനസ്സിന്റെ ആ ഒരു കാര്യം അല്ലാഹു തആല സാധിച്ചേരുന്നതിനുള്ള ആ ഉറപ്പെത്രയാണ്, പ്രതീക്ഷ എത്രയാണ്. അതാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, വന്തദിറു വലാ തൈഅസു, കാത്തിരിക്കണം, നിരാശപ്പെടരുത്. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? മനസ്സിന്റെ താളം തെറ്റിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ അപ്പൊ ഈ മരുന്നൊന്നും കുടിച്ചത് മാറാത്ത? ഇനി ഇതിനൊന്നും ആകൂല, കുറച്ച് സ്ട്രോങ്ങിലാണ്, വേഗം കുടിക്കാം, എന്നാ വേഗം പോകാലോ. അങ്ങനെ സ്ട്രോങ് കൂടുതലുള്ള കുടിച്ചിട്ട് പെട്ടെന്ന് ആത്മാഹുതിയിലേക്ക് മുതിരുന്നതിനേക്കാളും നല്ലത് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കലാ നല്ലത്. നിരാശ വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ഷെയ്ഖ് ജീലാനി തങ്ങൾ ശിഷ്യന്മാരോട് പറയാണ്, ദിക്റിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം. വലാ തതഫറഖൂ, ഒറ്റക്ക് ആയി പോകണ്ട.